യുകെയിലേക്ക് വരുന്ന സമയത്ത് എൻ്റെ ഇമാജിനേഷനിലുള്ള ലൈഫിലൂടെ അല്ല ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും റിയാലിറ്റിയിൽ വന്ന സമയത്ത് ജോലി കിട്ടാനുള്ളൊരു സ്ട്രഗിളും മെൻ്റൽ പ്രഷറും കാര്യങ്ങളും ഒക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പറയുമ്പോൾ വളരെ ഈസിയായി പറയാമെങ്കിലും അത് അനുഭവിക്കുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവുക. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെങ്കിലും ഇത് എന്നെപ്പോലുള്ളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ മാത്രം എക്സ്പീരിയൻസ് ആണ്. ഇതിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. എന്നാലും എൻ്റെ ജേർണിയിൽ വരുന്ന സമയത്ത് ഇനിഷ്യലി എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ നന്നായി പെർഫോം ചെയ്തു എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അന്ന് അത് റിജക്ഷൻ കിട്ടിയ സമയത്ത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. പക്ഷേ അതിനുശേഷവും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോളിലല്ല ഞാൻ കാണേണ്ടത്, അതിലും നല്ലൊരു റോൾ എനിക്ക് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിനാണ് പിന്നെ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇടയ്ക്കൊക്കെ ഒന്ന് വിഷമമൊക്കെ വന്നാലും പിന്നെയും ആ ഒരു തോട്ടിൽ മുന്നോട്ട് പോയിട്ടാണ് ഇന്ന് എനിക്ക് അതിലും നല്ലൊരു റോളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അന്നൊക്കെ കുറേ പേര് പറയുമായിരുന്നു എക്സ്പീരിയൻസ് ഇല്ലാത്തവരൊന്നും NHSലേക്ക് എടുക്കില്ല എന്ന്. പക്ഷേ അങ്ങനെ എടുക്കാൻ സാധിച്ചത് മേ ബി ആ ഒരു തോട്ട് പ്രോസസ്സിലായിരിക്കും. അന്ന് ആ തോട്ടിൻ്റെ പവർ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ആ ഒരു ഒറ്റ തോട്ട് പ്രോസസ്സിലാണ് ഇന്ന് അറ്റ്ലീസ്റ്റ് ഇവിടെയെങ്കിലും എത്തിയിട്ടുള്ളത്. അതിൽ ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ്. പിന്നെ എവിടേക്കോ ഡൗൺ ആകുമ്പോൾ എന്നെ പൊക്കിക്കൊണ്ട് വരാൻ ദൈവം കുറേ മാലാഖമാരെ അയച്ചിട്ടുണ്ടായിരുന്നു. സംഭവം വർക്കായിട്ടുണ്ട്. ഞാൻ എന്തായാലും ട്രാക്കിലേക്ക് തിരിച്ചെത്തി.